ലഹരി വിമുക്ത ജീവിതം. അനുഭൂതി, ആസക്തി, അടിമത്തം. മഹാജ്ഞാനിയും രാജാവുമായിരുന്ന സോളമൻ എഴുതി, ഹാ മായ മായ, സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഈ ബുദ്ധിമാൻ്റെ വാക്കുകൾക്ക് ഇന്നും വലിയ പ്രസക്തി ഉണ്ടെങ്കിലും സുഖം എന്ന മരീചികയെ തേടിയുള്ള ഒരു അനുസ്യൂത യാത്രയായി നമ്മുടെ സമകാലീന ജീവിതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന അനുഭൂതി വിശേഷമാണ് സുഖം, അതായത് ഇന്ദ്രിയങ്ങൾ നൽകുന്ന ആനന്ദം. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നിവയാണല്ലോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. നയനാനന്ദകരമായ ദൃശ്യങ്ങൾ, അനുഭൂതികൾ ഉളവാക്കുന്ന സുഗന്ധങ്ങൾ, സന്തോഷം തരുന്ന ശബ്ദതരംഗങ്ങൾ, നാവിൽ വെള്ളം ചുരത്തുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ, രോമാഞ്ചം നൽകുന്ന സ്പർശനങ്ങൾ, ഇവയെല്ലാം സുഖാനുഭവത്തിൻ്റെ വിവിധ ഉദാഹരണങ്ങളാണ്. ഇന്ന് സാധാരണയായി കാണുന്നതും ജീവിത സുഖത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതും സമൂഹത്തിൻ്റെ കാര്യമായ എതിർപ്പൊന്നും കൂടാതെ നിലനിൽക്കുന്നതുമായ ദുശ്ശീലങ്ങളാണ് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് എന്നിവ. മനുഷ്യരുടെ, പ്രത്യേകിച്ച് യുവതലമുറയുടെ ആരോഗ്യവും ബുദ്ധിശക്തിയും ക്രിയാത്മക ശക്തിയും നശിപ്പിക്കുന്ന ഈ ദുശ്ശീലങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് വളരെ കുറവാണ്. അറിവില്ലായ്മയാണ് പലരും ഇതിന് അടിമകളാകുവാൻ കാരണം. മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവിക ഭാവത്തെയും ചിന്താശേഷിയെയും അസ്വാഭാവികമായ സാങ്കല്പിക ലോകത്തിലൂടെ നയിക്കുവാൻ സഹായിക്കുന്ന എന്തും ലഹരി വസ്തുവാണ്. അത് മദ്യമാകാം, പുകവലിയാകാം, മയക്കുമരുന്നാകാം, സങ്കുചിത മതചിന്തയാകാം. ഒരു വ്യക്തി ലഹരിക്ക് അടിമയാണെന്ന് പറയുമ്പോൾ ഏതുതരം ലഹരി എന്നത് അങ്ങേയറ്റം പ്രസക്തമാകുന്നു. ഒരിക്കൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അതിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് മോചനം ലഭിക്കുക ദുഷ്കരമാണ്. വെറും തമാശയ്ക്കോ കൂട്ടുകാരെ അനുകരിച്ചോ മടുപ്പിൽ നിന്നും രക്ഷപ്പെടുവാനോ ആരംഭിക്കുന്ന ഈ ദുശീലം അനുദിനം വർദ്ധിക്കുകയും അന്തമില്ലാത്ത ഒരു ദൂഷിത വലയം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതൊരു പടുകുഴി. തലയിൽ മുണ്ടിട്ട് വല്ലപ്പോഴും മാത്രം ഷാപ്പിൽ കയറി കുടിച്ചുകൊണ്ടിരുന്ന ചുരുക്കം ചിലർ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ പൊന്നുമോൻ്റെ പിറന്നാളിന് കൂട്ടുകാരും വീട്ടുകാരും ഒന്നിച്ച് കൂടുമ്പോൾ പോലും കുപ്പി പൊട്ടിക്കണം, സ്മോൾ പോരാ ലാർജ് തന്നെ വേണം എന്ന സ്ഥിതി ആയിരിക്കുകയാണ്. വിവാഹവേളയിലും വിവാഹ വാർഷികത്തിലും ലഹരി ചേർത്താലേ കെട്ടുറയ്ക്കും. ക്രിസ്തുമസും പുതുവർഷപ്പിറവിയും വീര്യമില്ലാതായാൽ വെറും ശുഷ്കം. ഈ പ്രവണതയെ പ്രഗത്ഭ ഗവേഷകരായ ഡോക്ടർ ചാക്കോച്ചൻ കളപ്പുരയും ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയും മദ്യപാനം മൃത്യുപാനം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശകലനം ചെയ്യുന്നു. അതിഥി സൽക്കാരത്തിന് കാപ്പിയും ചായയും ഇന്ന് ഫാഷനല്ല. വരുന്നവരുടെ ഇഷ്ടത്തിന് ചേരുന്ന ബ്രാൻഡി ഷോക്കേസുണ്ടാകണം. മരണവാർഷികത്തിനും ഇതൊക്കെ ആകാമെന്ന ധാരണയുണ്ട്. മരിച്ചടക്കത്തിന് കഞ്ഞിയും പയറും പപ്പടവുമായിരുന്നല്ലോ, ഇനി അത് കേക്കും വിസ്കിയും ആകുമോ ആവോ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇടയ്ക്ക് വീര്യം വേണമെന്നായിട്ടുണ്ട്. പരീക്ഷയെടുത്ത രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കുന്നു. പാഠഭാഗങ്ങളെല്ലാം ഗുളിക രൂപത്തിൽ തലയിലാക്കണം. ഉറക്കമാറ്റ ഗുളിക മാത്രം പോരാ, അല്പം വീര്യം കൂടി വേണം. പക്ഷേ ഉണർവിനും ഉന്മേഷത്തിനും പകരം വീര്യം നൽകുന്നത് തളർച്ചയായിരിക്കും. ഫലമോ പഠിച്ചുയരുവാൻ വന്നവർ പരാജയത്തിൻ്റെ പടുകുഴിയിൽ. പണ്ട് മുതലേ മനുഷ്യൻ്റെ ദുർവാസനകളിൽ ഒന്നായിരുന്നു മദ്യപാനം അഥവാ കുടി. പുരാണങ്ങളിലും വേദങ്ങളിലും സംസ്കാര പാരമ്പര്യ ചരിത്രങ്ങളിലും അതിന് തെളിവുകളുണ്ട്. ആധുനിക തലമുറയിലും കുടി ഏറെക്കുറെ അംഗീകാരം നേടിയ ബലഹീനതയായി മാറിയിട്ടുണ്ട്. ഒരു വശത്ത് അതൊരു സാമൂഹിക ദോഷമാണെന്ന് പറയുകയും മറുവശത്ത് നിയമ പ്രാബല്യം നൽകി മദ്യപാനം വ്യാപകമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ഭരണാധികാരികൾ പോലും ചെയ്യുന്നത്. ഭാരതത്തിന് അമിത മദ്യപാന പാരമ്പര്യമില്ലെന്നതാണ് വസ്തുത. കേരളത്തിലാകട്ടെ അടുത്ത കാലം വരെ മദ്യം നീചമായ ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെട്ടു വന്നിരുന്നത്. ലഹരി ഉപയോഗം ധാരാളമായി ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുത്തച്ഛൻ്റെയും മറ്റ് കൃതികളും മദ്യത്തെ അപലപിക്കുന്നവയാണ്. എന്നാൽ 1920കളിൽ ഇന്ത്യയിൽ മദ്യപാനാസക്തി കൂടി വരുവാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിരവധി തിക്തഫലങ്ങളിൽ ഒന്നായി ഇതിനെയും കരുതാമെന്ന് തോന്നുന്നു. വെള്ളക്കാരനെ അനുകരിക്കുവാനുള്ള അന്ധമായ ഭ്രമത്തിൻ്റെ ഫലമായി അവരുടെ മദ്യ മനോഭാവവും നമ്മുടെ സംസ്കാരത്തിൽ എങ്ങനെയോ പറ്റിച്ചേരുകയുണ്ടായി.
കേരളത്തിൽ ഏറ്റവും വലിയ സാമുദായിക പരിഷ്കർത്താവായ നാരായണ ഗുരു കള്ള് ചെത്തരുത്, വിളമ്പരുത്, കുടിക്കരുത് എന്നാണ് അനുയായികളെ ഉപദേശിച്ചത്. പക്ഷേ നല്ല ഉപദേശങ്ങൾ ചെവിക്കൊള്ളുവാൻ നാം തയ്യാറല്ല എന്നത് മറ്റൊരു കാര്യം. സമൂഹത്തിലെ ഉന്നതസ്ഥാനീയർ ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം അകത്താക്കാത്തവർ അല്പനാണെന്ന ധാരണയും നമ്മുടെ ഇടയിൽ പടർന്നിട്ടുണ്ട്. മദ്യം പോഷകവസ്തുവോ? മദ്യം ലൈംഗിക ഉത്തേജനം നൽകുന്നുവെന്ന മിഥ്യാധാരണയുള്ളവരാണ് മറ്റൊരു കൂട്ടർ. പക്ഷേ യഥാർത്ഥത്തിൽ മദ്യം കേന്ദ്ര നാഡീവ്യൂഹത്തെ മന്ദീഭവിപ്പിക്കുകയേ ഉള്ളൂ. അത് ക്രമേണ മനുഷ്യൻ്റെ ലൈംഗിക ശേഷി ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശക്തിഹീനനായെന്നും അഥവാ ഇമ്പോർട്ടൻ്റ് വരാം. മദ്യത്തിൻ്റെ ദോഷഫലങ്ങൾ ഒറ്റ നോട്ടത്തിൽ എന്താണ് നമുക്ക് ചിന്തിക്കാം. 1. മസ്തിഷ്കത്തിലെ ശ്വസന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകും. 2. ചിന്താശക്തി ക്ഷയിക്കും, ക്രിയാത്മക ചിന്ത അസാധ്യമാകും, വിവേചനാശീലം ഇല്ലാതെയാകും. 3. വേദന അറിയാതായി അപകടങ്ങളിൽ ചെന്നു ചാടും. 4. ചലനം നിയന്ത്രിക്കുന്ന മാംസപേശികളുടെ പ്രവർത്തനം താറുമാറാക്കും. 5. സെറിബെല്ലത്തെ തളർത്തി സമതുലാവസ്ഥ നഷ്ടപ്പെടുത്തും. നേരെ നിൽക്കാനാവില്ല, വേച്ചു പോകും, വീണെന്ന് വരും. 6. ആമാശയ ഗോളങ്ങൾ നശിച്ച് ആമാശയ വീക്കം അഥവാ ഗാസ്ട്രിറ്റിസ് എന്ന രോഗമാകും. 7. ആഗ്നേയ ഗ്രന്ഥി പഴുത്ത് വീങ്ങി പാൻക്രിയാറ്റിറ്റിസ് എന്ന രോഗമാകും. 8. മസ്തിഷ്ക വീക്കം ന്യൂറിറ്റിസ്, വൃക്കവീക്കം നെഫ്രിറ്റിസ് എന്നീ രോഗങ്ങൾ ഉണ്ടാക്കും. 9. കരളിൽ നാര് പോലെയുള്ള വസ്തുക്കളും പഴുപ്പുമായി കരൾ വീക്കം ലിവർ സിറോസിസ് എന്ന രോഗമാകും. 10. ഹൃദയഭിത്തികൾ ദുർബലമായി ഹൃദയസ്തംഭനവും മറ്റു തകരാറുകളും ഉണ്ടാകും. കാർഡിയോമയോപ്പതി എന്ന രോഗമാകാം. 11. ശരീരത്തിൽ നിന്ന് വിറ്റാമിനുകളും ലവണങ്ങളും ചോർത്തിക്കളഞ്ഞ് ബെരിബെറി, വിശപ്പില്ലായ്മ, ത്വക്ക് രോഗങ്ങൾ, നിശാന്തത, ഡിമെൻഷ്യ, ഡയറിയ, കോച്ചുവലിവ്, വിറയൽ തുടങ്ങിയ രോഗങ്ങളുണ്ടാക്കും. 12. മദ്യത്തോട് സഹിഷ്ണുതയും ആശ്രയവും വളർത്തി മദ്യപാന രോഗിയാകും. 13. മാനസിക ശക്തി ക്ഷയിച്ച് ഭയം, വിഷാദം, ആകുലത, ആശങ്ക, അപകർഷത, ആത്മനിന്ദ, സ്വയം അവമതിക്കൽ എന്നിവ വളർത്തും. 14. മറ്റാളുകളോട് വെറുപ്പും അകൽച്ചയും, ഒറ്റപ്പെടൽ, അറച്ചു നിൽക്കൽ, ഒഴിഞ്ഞുമാറൽ എന്നിവയുണ്ടാകും. 15. അക്രമാസക്തി, നശീകരണ പ്രവണത, ആക്രമണ സ്വഭാവം. 16. സാമ്പത്തിക പ്രതിസന്ധി, ധാർമ്മിക അധപതനം, മാനഹാനി, ദുഷ്പേര്. 17. ലൈംഗിക ശേഷിക്കുറവ്, ഷണ്ണത, വന്ധ്യത, ലൈംഗിക മരവിപ്പ്. 18. ആർത്തവ തകരാറുകൾ, ഗർഭമലസൽ, ഗർഭസ്ഥ ശിശുമരണം. ഉത്തേജനം. എന്താണ് ഈ മദ്യം? മദിപ്പിക്കുന്നത് എന്താണോ അത് മദ്യം. സാധാരണ ഇല്ലാത്ത എന്തോ ഒരു ഉത്തേജിതാവസ്ഥ എന്നാണ് മദം, ഉന്മാദം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. മദ്യപിക്കുമ്പോൾ ലക്ക് കിടുന്നു, സംസാരം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഓടി നടപ്പും ബഹളവും വർദ്ധിക്കുന്നു. പുറമേ ഉത്തേജനമെന്ന് തോന്നിയാലും അകമേ ശമനവും വിഷാദവും മന്ദതയുമാണ്. കേന്ദ്ര നാഡീവ്യൂഹം മന്ദിക്കുന്നത് കൊണ്ടാണ് വിലക്കുകളും പരിധികളും അതിലംഘിച്ച് എന്തും വിളിച്ചു പോവുകയും ചെയ്തു കൂട്ടിയും ഓടി നടക്കുന്നത്. ഡോസ് കൂടിയാൽ ബാലൻസ് തെറ്റി നടുറോഡിലും കുപ്പക്കുഴിയിലും ഛർദിയിലും കിടന്നുരുളുന്നു. മദം പൊട്ടിയ ആനയെ പോലെ പാപ്പാൻ്റെ നിയന്ത്രണത്തിൽ നിന്നും മോചനം കിട്ടി ഇനി എന്തുമാകാം എന്ന മട്ട് ചെയ്യുന്നത് എന്തെന്ന് ബോധമില്ലാത്ത അവസ്ഥ. എന്നാൽ രസതന്ത്രപരമായ വിശകലനത്തിൽ മദ്യം എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുടെ സംയുക്തമാണ്. എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ C2H2O4 ആണ് മദ്യത്തിലെ പ്രധാന ചേരുവ. അലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളുടെ ഹൈഡ്രോക്സി ഘടകങ്ങളാണിത്. അതിൽ വിഷാംശം ഉണ്ടെങ്കിലും പെട്ടെന്നും സാധാരണ അളവിലും മാരകമല്ല. അളവ് കൂടുകയോ കുറേ നാൾ തുടരുകയോ ചെയ്താൽ അപകടമാണ് താനും. തെങ്ങും പനയും ചെത്തിയും ധാന്യങ്ങൾ വാറ്റിയും പഴങ്ങളുടെ ചാറെടുത്ത് പുളിപ്പിച്ചുമാണല്ലോ പലതരം മദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അവയിൽ ആൽക്കഹോളിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ബാർലിയുടെ മാൾട്ടിൽ നിന്നോ മറ്റ് മാൾട്ട് മിശ്രണങ്ങളിൽ നിന്നോ പുളിപ്പിച്ചെടുക്കുന്ന മദ്യമാണ് ബിയർ. തെങ്ങ്, പന എന്നിവയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ദ്രാവകം പുളിപ്പിച്ചെടുക്കുന്നതാണ് കള്ള്. ബിയറിന് കയ്പും ചവർപ്പും നൽകുവാൻ
ഹോപ്സ് എന്ന വസ്തുവാണത്ര ഉപയോഗിക്കുന്നത്. ബിയറിലും കള്ളിലും 90% ജലമാണ്. ബിയറിൽ ഈഥൈൽ ആൽക്കഹോൾ അംശം 6 മുതൽ 8% വരെ മാത്രമേ ഉള്ളൂ. ഇവയിൽ അല്പം പ്രോട്ടീനുകൾ, ലവണങ്ങൾ, കാർബൺ ഡയോക്സൈഡ് എന്നിവയും ഉണ്ട്. മുന്തിരിങ്ങ, പറങ്കിമാങ്ങ എന്നിവയിൽ നിന്നുണ്ടാക്കുന്ന വൈനുകളിലും 14% ഈഥൈൽ ആൽക്കഹോൾ ആണുള്ളത്. ഇതിൽ പിന്നീട് ആൽക്കഹോൾ ചേർത്ത് അതിൻ്റെ ശതമാനം 20 വരെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ലിക്കറുകൾ അഥവാ സ്പിരിറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മദ്യങ്ങൾ വാറ്റിയെടുക്കപ്പെടുന്നവയാണ്. ഇവയും പുളിപ്പിച്ച മദ്യത്തിൽ നിന്നും തന്നെയാണ് വാറ്റുന്നത്. ധാന്യങ്ങൾ, പുളിപ്പുള്ള പഴങ്ങൾ എന്നിവയിൽ നിന്നും വാറ്റിയെടുക്കുന്ന വിസ്കി, ബ്രാൻഡി, ജിം, റം, വോഡ്ക, റാക്ക്, ആബ്സിൻഡത്ത് എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇത്തരം മദ്യങ്ങളിൽ ഏതാണ്ട് 50% വരെ ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാകും. ചാരായത്തിൽ ഈഥൈൽ ആൽക്കഹോളിൻ്റെ തോത് 50 മുതൽ 60% വരെയാണ്. റമ്മിൽ ഇത് 40 മുതൽ 55% വരെയും, വിസ്കി 40 മുതൽ 55% വരെ, ബ്രാൻഡി 40 മുതൽ 55 വരെ, വൈൻ അഥവാ മുന്തിരിപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ആൽക്കഹോൾ 10 മുതൽ 22% വരെയാണ് അതിൻ്റെ തോത്. ബിയർ, ബാർലി അഥവാ ധാന്യങ്ങൾ വാറ്റിയെടുക്കുന്നത്, അതിൽ ആൽക്കഹോളിൻ്റെ തോത് 6 മുതൽ 8% വരെ. കള്ള്, പന, തെങ്ങുനീര് തുടങ്ങിയതിൽ നിന്ന് രൂപപ്പെടുത്തുന്നത് 5 മുതൽ 10% വരെയാണ് ആൽക്കഹോളിൻ്റെ തോത്. റെക്ടിഫൈഡ് സ്പിരിറ്റ്, വാറ്റുവസ്തു 95% ആൽക്കഹോളാണ്. സ്പിരിറ്റിൽ ആൽക്കഹോളിൻ്റെ അളവിനെ കുറിക്കുന്നതിന് പ്രൂഫ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ശുദ്ധമായ ഈഥൈൽ ആൽക്കഹോൾ ആണ് സ്റ്റാൻഡേർഡായി ഉപയോഗിക്കുന്നത്. ഇതിനെ 200 പ്രൂഫ് എന്ന് വിളിക്കുന്നു. 50% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മദ്യത്തെ 100 പ്രൂഫ് എന്ന് വിളിക്കുന്നു. 40% ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ മദ്യം 80 പ്രൂഫാണ്. ഇത്തരം മദ്യങ്ങളെല്ലാം ഉഗ്രന്മാരാണ്. 3% ആൽക്കഹോൾ ഉള്ള കള്ളിനേക്കാൾ വളരെ ശക്തമാണ് 100 പ്രൂഫ് വിസ്കി. രക്തത്തിൽ ആൽക്കഹോളിൻ്റെ നില. രക്തത്തിലെ ആൽക്കഹോളിൻ്റെ അളവ് മനസ്സിലാക്കുവാനുള്ള ശാസ്ത്രീയ സംവിധാനം ഇപ്പോഴുണ്ട്. 100 മില്ലി രക്തത്തിൽ എത്ര മില്ലിഗ്രാം ആൽക്കഹോൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അത് കൂടുന്നതനുസരിച്ച് ശാരീരികവും മാനസികവുമായ അവസ്ഥാ വ്യതിയാനങ്ങളുണ്ടാക്കും. രക്തത്തിൽ ആൽക്കഹോളിൻ്റെ നില ശതമാനമായും കണക്കാക്കാറുണ്ട്. BIS 30 ഉന്മാദാവസ്ഥയുടെ താഴത്തെ പടി. സംസാരം കൂടും, എളുപ്പം വീട്ടിൽ പോകില്ല, നേരിയ ബുദ്ധികൂർമ്മത, ഓർമ്മശക്തി കൂടുതൽ, അതും താൽക്കാലികം മാത്രം, എന്തൊക്കെയോ വൻ കാര്യങ്ങൾ ചെയ്തതായി തോന്നാം. BIS 60 സുബോധം നഷ്ടപ്പെട്ടു തുടങ്ങും, ചിന്താശക്തി ക്ഷയിക്കും, സ്വതന്ത്രനായി ലോകത്തിൻ്റെ മേൽക്കൂരയിൽ എന്ന തോന്നൽ, എങ്കിലും നേരിയ വിഷാദം, ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നൽ, നെഞ്ചിടിപ്പ് കൂടുന്നു. BIS 100 ഉന്മാദാവസ്ഥ, ബുദ്ധിരഹിതമായ പ്രവർത്തനങ്ങൾ, മുണ്ടു പറഞ്ഞു പോകും, അട്ടഹാസം, നിലവിളി, പരിസരബോധമോ ഓർമ്മയോ ഇല്ല. BIS 300 ശ്വാസഗതി കൂടും, നിസ്സഹായത ഏറും, ഛർദിയും വിമ്മിഷ്ടവും, മറ്റുള്ളവരെ ഉപദ്രവിച്ചേക്കാം. BIS 500 മാരകമാണ്, മരണമാണ് ഫലം. രക്തത്തിൽ ആൽക്കഹോളിൻ്റെ നില 100 മില്ലിലിറ്ററിന് 500 മില്ലിഗ്രാം എന്നത് ശരീരത്തിന് താങ്ങാനാവില്ല. അങ്ങനെയായാൽ അപകടമാണ്, അപായപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. മദ്യത്തിൻ്റെ പ്രതികരണം ഏറ്റവും പ്രകടമാകുന്നത് മസ്തിഷ്കത്തിലും നാഡീവ്യൂഹത്തിലുമാണ്. വാസ്തവത്തിൽ ആൽക്കഹോൾ മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഖാന്തരമുള്ള ദുരിതങ്ങൾ. പ്രധാനമായി മദ്യപന്മാരെ 2 തരക്കാരായി വിഭജിക്കാം. മുക്കുടിയന്മാരും കമ്പനി സൈക്കിനായി കുടിക്കുന്നവരും. ഏതു വിധമായാലും അബോധത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെ ജീവിതത്തിന് കുറുകെ വേച്ച് നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. രോഗങ്ങളുടെ കാലാൾപ്പട നിങ്ങളെ കാത്തു നിൽക്കുന്നു. കരളിൽ, കുടലിൽ, മസ്തിഷ്കത്തിൽ, ഉൽപ്പാദനേന്ദ്രിയങ്ങളിൽ എങ്ങും രോഗത്തിൻ്റെ പുറപ്പാട്. മദ്യചഷകം പതുക്കെ മുത്തുമ്പോഴേ മദ്യപനറിയാം ലഹരിയുടെ വീര്യം. ഡോക്ടർ ഡെന്നിസ് വിശദീകരിക്കുന്നു. വായിലും തൊണ്ടയിലും അത് എരിച്ചിലുണ്ടാക്കും. പിന്നെ നീറ്റലോടെ ആമാശയത്തിലേക്ക്. കുറച്ച് മദ്യം അവിടെ വെച്ച് ആഗീകരണം ചെയ്യപ്പെടുന്നു. രക്തത്തിൽ ലഹരി നിറച്ച മദ്യപനെ മതോന്മത്തനാക്കുന്ന പ്രധാന സ്ഥലം
ചെറുകുടലാണ്. ഭക്ഷണം വയറ്റിലുണ്ടെങ്കിൽ ആഗീകരണ പ്രക്രിയ മന്ദഗതിയിലാകും. വെറും വയറ്റിൽ മദ്യം കഴിച്ചാൽ എളുപ്പം തലയ്ക്ക് പിടിക്കുന്നതിൻ്റെ ശാസ്ത്രം ഇതാണത്രേ. രക്തത്തിലൂടെ മദ്യലഹരി എല്ലാ അവയവങ്ങളിലും എത്തും, തലച്ചോറിലും പെരുവിരലിൻ്റെ തുമ്പത്തും. അമിത മദ്യപാനം ഹൃദയത്തിലെ പേശികളെ തകർക്കും. മദ്യത്തിൻ്റെ ദഹനപ്രക്രിയ കൂടുതലും നടക്കുന്നത് കരളിലാണ്. ഇവിടെയാണ് ഈതയിൽ ആൽക്കഹോൾ കാർബൺ ഡയോക്സൈഡും ജലവുമായി വിഘടിക്കുന്നത്. ആരോഗ്യമുള്ള മസ്തിഷ്ക കോശങ്ങൾക്ക് സ്വാഭാവിക മരണമുണ്ട്, തീർച്ച. പക്ഷേ അമിത മദ്യപൻ്റെ തലച്ചോറിലെ കോശങ്ങൾക്ക് പെട്ടെന്നാണ് മരണം. അല്പനേരത്തെ സുഖത്തിന് ലഭിക്കുന്നു എന്ന് മദ്യപൻ അവകാശപ്പെടുന്ന വിലയായി നേടുന്നത് ആരോഗ്യം കുറഞ്ഞ ശക്തി ക്ഷയിച്ച തലച്ചോർ. ഒപ്പം ഏകാഗ്രതയില്ലായ്മയും ഓർമ്മപ്പിശകും മസ്തിഷ്ക രോഗങ്ങളും ഒഴിയാബാധ പോലെ പിന്തുടരും. ഒടുക്കം കടുത്ത മനോരോഗവും നിരാശ, വിഷാദം, സംശയം, ആത്മവിശ്വാസമില്ലായ്മ, മരണാഭിമുഖ്യം എന്നിവയെല്ലാം മനോരോഗത്തോടൊപ്പം മദ്യപനെ വേട്ടയാടും. ശരീരത്തിലേക്ക് ഏത് കുഴപ്പക്കാരൻ കടന്നു ചെന്നാലും ജോലി ശരീരത്തിലെ പോലീസുകാരനായ കരളിനാണ്. അവയെ തുരത്തിയോടിക്കുകയാണ് കരളിൻ്റെ ഡ്യൂട്ടി. ഈ ജോലിക്കിടയിൽ വിഷാംശം അടിഞ്ഞ് കരൾ വീർക്കുന്നു. കരൾ വീക്കം അഥവാ സിറോസിസ് ബാധിച്ച കരൾ പിന്നെ ഏറെക്കാലം ജീവിക്കില്ല. ദുർബലമായ കരളിന് അർബുദം അഥവാ ക്യാൻസർ ബാധിക്കുവാനും സാധ്യതയേറെ. കരളിലെ മദ്യത്തിൻ്റെ സാന്നിധ്യം കൊഴുപ്പിൻ്റെ ദഹനത്തെ തടുക്കുന്നു. ഫലം കൊഴുപ്പ് കരളിൽ കുന്നുകൂടും. കൊഴുപ്പ് കുടിച്ചു വീർക്കുന്ന കരൾ കോശങ്ങൾ ചിലപ്പോൾ പൊട്ടും, അല്ലെങ്കിൽ കുമിള രൂപത്തിലാകുന്നു. ഇവ കരളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതോടെ പുതിയ കോശങ്ങൾ പിറക്കാതാവും. കരളിലൂടെയുള്ള രക്തയോട്ടത്തിന് കരൾ വീക്കം തടയിടും. രക്തയോട്ടം നിലയ്ക്കുന്ന കരൾ മരിക്കാനേറെ താമസമില്ല. ഒരു വാരിക്കുഴി. മദ്യം തൊണ്ടയിലൂടെ ഒഴുകി വയറ്റിലെത്തിയാലും ലഹരി തൊണ്ടയെ വെറുതെ വിടുന്നില്ല. കടത്തിവിട്ടതിന് കൂലി അർബുദം. അമിത മദ്യപന്മാരിൽ അർബുദ സാധ്യത 18 ഇരട്ടി കൂടുതൽ. മദ്യത്തോടൊപ്പം പുകയും ആസ്വദിക്കുന്നവർക്ക് ബോണസുണ്ട്. അർബുദ സാധ്യത 44 ഇരട്ടി. ലഹരി കിട്ടുവാൻ ദിവസം 20 സിഗരറ്റ് വലിക്കുന്നവൻ കരുതിയിരിക്കുക, വെള്ളമിറക്കുവാൻ പോലും പറ്റാതെ മരണക്കിടക്കയിലെ ദുരിതയാമങ്ങൾ അവരെ കാത്തിരിക്കും. ഡോക്ടർ ഡെന്നിസിൻ്റെ മുന്നറിയിപ്പ്. മദ്യം ചെറിയ ഡോസിൽ, മദ്യപൻ്റെ ഭാഷയിൽ 2 പെഗ്. ഹൃദയത്തിന് നല്ലതെന്ന് മദ്യപർ വിശ്വസിക്കുന്നു, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നു. പക്ഷേ തെറ്റ്. മദ്യം ഹൃദയത്തിന് നല്ലതെന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുന്ന ഗവേഷണ ഫലങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മദ്യം കൊലയാളിയാണെന്ന് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. മദ്യം കുടിച്ച് ഹൃദയവും വീർക്കും. മദ്യപന്മാരുടെ ഹൃദയത്തിന് കുടിക്കാത്തവരുടെ ഇരട്ടി വലിപ്പമുണ്ടായിരിക്കും, ശക്തിക്കുറവും. പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. 24 മണിക്കൂറിൽ 1,00,000 പ്രാവശ്യം. എന്നാൽ 2 ഔൺസ് മദ്യം കഴിച്ചാൽ ഹൃദയസ്പന്ദനം 1,80,000 വർദ്ധിക്കുന്നു. ഹൃദയം കഠിനമായി അധ്വാനിക്കുന്നു. തൽഫലമായി ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു. സാർ, ഒരു സംശയം. മദ്യം ഉപയോഗിക്കാത്തവരും ഹൃദയാഘാതത്താൽ അഥവാ സ്ട്രോക്ക് മരിക്കുന്നല്ലോ എന്നാണ് ഒരു മദ്യപൻ്റെ ശങ്ക. ശരിയാണ്. പക്ഷേ മദ്യപരിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുടിക്കാത്തവരുടെ 3 ഇരട്ടിയാണ്. മദ്യമേ കൊലയാളി, അതിൻ്റെ കൂട്ടുകാരൻ കുഴപ്പക്കാരൻ. മദ്യവും പുകവലിയുമാണ് മനുഷ്യനെ മരണത്തോടടുപ്പിക്കുന്നത്. മദ്യം എണ്ണാക്കിലേക്ക് ഇറങ്ങുന്നതോടൊപ്പം വലിച്ച് രുചിക്കുന്ന പുക മാരകമായ നെഞ്ചുരോഗങ്ങൾ വരുത്തിവെക്കും. ശ്വാസകോശത്തിലെ കാർസിനോമ അപകടകാരിയാണ്. കൂടെ ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ. അമിത മദ്യപരിൽ ക്ഷയരോഗ സാധ്യതയും വളരെ കൂടുതലാണ്. മറ്റെന്ത് ചെയ്യുന്നതും ഒരു ജാൺ വയറിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മദ്യപാനം വയറിനു വേണ്ടിയല്ല. എന്തും സ്വീകരിക്കുവാൻ മാത്രമുള്ള സഹൃദയത്വമില്ല ആമാശയത്തിനും കുടലിനും. വായുള്ളതുകൊണ്ട് അവ എന്തും സ്വീകരിച്ചുകൊള്ളുമെന്ന് ധാരണ തെറ്റ്. ശവപ്പെട്ടി. മദ്യം വയറിനെയും കുഴപ്പത്തിലാക്കും. മദ്യപർക്കും കുടലിൽ കടുത്ത എരിച്ചിലുണ്ടാകും, തീർച്ച. എരിപൊരി സഞ്ചാരം തണുപ്പിക്കുവാൻ വേണ്ടി ബാറുകൾക്ക് മുൻപിൽ ഇഴഞ്ഞെത്തുന്നവർ വീണ്ടും കാളകൂടമാണ് ഐസിൽ കുളിപ്പിച്ച് കുടിക്കുന്നത് എന്നറിയുന്നില്ല. കുടൽ വ്രണമുണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ലഹരി പെട്ടെന്ന് പിടിക്കുവാൻ മദ്യം നേർപ്പിക്കാതെയും വെറും വയറ്റിലും കഴിച്ചാൽ കുടലിലെ നേർത്ത ആവരണം നശിക്കും. എരിച്ചിലും പൊരിച്ചിലും കുടൽ വ്രണവും ഉണ്ടാകുവാൻ പിന്നെ ഏറെ കാത്തിരിക്കേണ്ട.
രക്തത്തിൽ മദ്യാംശം കൂടുമ്പോഴാണ് 120 മില്ലിഗ്രാമിൽ കൂടുതൽ. മദ്യപാനത്തിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്, ഛർദി അഥവാ വാൾ എന്ന നാടൻ പദപ്രയോഗം. വാളിലും തളരാതെ പിന്നെയും നീരാളി മരനീര് കഴിച്ചാലും ഫലം ഇതുതന്നെ. ജൈത്രയാത്ര തുടർന്നാൽ മദ്യാംശം 200 മില്ലിഗ്രാമിൽ കൂടിയാൽ അത് വയറിന് താങ്ങാനാവില്ല. കുടലിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണത്തിൽ വിള്ളൽ തീർച്ച, എരിപൊരി പൊള്ളിക്കുന്ന വ്രണങ്ങൾ നിശ്ചയം. ചുരുക്കത്തിൽ മദ്യപൻ മദ്യക്കുപ്പിയുടെ പൊതി നെഞ്ചോട് ചേർത്ത് അമർത്തുമ്പോൾ അവൻ അറിയുന്നില്ല തൻ്റെ തന്നെ ശവപ്പെട്ടിയിലാണ് അവൻ പരിരംഭണം ചെയ്യുന്നതെന്ന്. വെളുത്ത ചായം പൂശിയ ഷാപ്പുകളിലേക്ക് കയറുമ്പോൾ ചിന്തിക്കൂ, വെള്ള തേച്ച ശവക്കല്ലറയിലേക്കാണ് താൻ കയറി ചെല്ലുന്നതെന്ന്. വൈരുദ്ധ്യമാണ് ലഹരിയെ ഒരു വലിയ പ്രശ്നമാക്കി തീർക്കുന്നത്. ലഹരിയുടെ പ്രപഞ്ചം മിഥ്യയെങ്കിൽ അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ലഹരി വസ്തുക്കൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെയും പ്രവർത്തനശേഷിയെയും സൗഭാഗ്യത്തെയും കാർന്നു തിന്നു. അതിനാൽ ഈ അനുഭൂതിക്കായുള്ള പാച്ചിലിൽ ലഹരി മനുഷ്യൻ്റെ മരണക്കണിയായി മാറുന്നു. മദ്യവും മയക്കുമരുന്നും നൽകുന്ന മാസ്മരികതയെക്കുറിച്ച് കേൾക്കുന്നവരിൽ ഇത് ഉപയോഗിക്കുവാനുള്ള അഭിവാഞ്ച താനേ പൊട്ടിമുളയ്ക്കുന്നു. ഇവ പ്രദാനം ചെയ്യുന്നുവെന്ന് പറയുന്ന അലൗകികതയിലേക്ക് മനസ്സുയർത്തുവാൻ വ്യഗ്രത കാട്ടുന്നവരാണ് ഈ വലയത്തിൽ സ്വയം കുടുങ്ങുന്നത്. അങ്ങനെ അനുഭൂതി ആസക്തിയായി പരിണമിക്കുന്നു. ആസക്തിക്ക് അഥവാ അഡിക്ഷൻ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന ആധികാരിക നിർവചന പ്രകാരമാണ് ഏതെങ്കിലും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ആവർത്തിച്ചുള്ള ഉപയോഗം കൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും ഹാനികരമാം വിധം ഇടവിട്ടും വിട്ടുമാറാത്തതുമായ മത്തുപിടിച്ച അവസ്ഥയാണ് ആസക്തി. ആസക്തിയുടെ പ്രത്യേകതകൾ: 1. മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കുവാനും ഏതു വിധേനയും അത് സമ്പാദിക്കുവാനുമുള്ള ശക്തമായ ആഗ്രഹം. 2. കഴിക്കുന്ന അളവ് കൂട്ടുവാനുള്ള പ്രവണത. 3. മയക്കുമരുന്നിൻ്റെ പരിണിത ഫലത്തിൽ മാനസികവും ശാരീരികവുമായ ആശ്രയം. മദ്യത്തിലോ മയക്കുമരുന്നിലോ ആശ്രയിക്കുന്ന തഴക്കം വളരുന്നു. അമിതമായ ഉപയോഗം മൂലം ആസക്തി അടിമത്തമായി മാറുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ മൗലികമായ നിദാനം ആ വ്യക്തിയും ലഹരി വസ്തുവും തമ്മിലുള്ള പ്രതിപ്രവർത്തനവും അതിൽ നിന്നും സംജാതമാകുന്ന മാനസിക അവസ്ഥയുമാണ്. വിധേയത്വം: ഈ പ്രതിപ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന വൈകാരിക സംഘർഷം ആ ലഹരി വസ്തു കൂടുതൽ കഴിക്കുവാനുള്ള ആഗ്രഹം വ്യക്തികളിൽ ഉണ്ടാക്കുന്നു. മദ്യമോ മയക്കുമരുന്നുകളോ കിട്ടാത്ത അവസരങ്ങളിൽ ഈ വ്യക്തികൾക്ക് ഒരുതരം നഷ്ടബോധവും മാനസികവും ശാരീരികവുമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നു. അനുഭൂതി ആസക്തി അടിമത്ത പാതയിൽ 7 പടികളുണ്ട്. മിക്കവാറും എല്ലാവരും തന്നെ ആദ്യമായി കുടിക്കുന്നത് ആരെങ്കിലും സൗജന്യമായി നൽകിയതുകൊണ്ടാണ്. ഒരു സ്മോൾ ഓഫർ ചെയ്ത ആളിനോടുള്ള വിധേയത്വമാകാം അതിൻ്റെ പിന്നിലെ പ്രേരകശക്തി. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ബർത്ത്ഡേ പാർട്ടി, വിവാഹ സൽക്കാരം തുടങ്ങിയവ പോലുള്ള ആഘോഷത്തോടനുബന്ധിച്ച് വീട്ടുകാരും കൂട്ടുകാരും ചേർന്ന് കുടിക്കുന്നു. കമ്പനിക്ക് വേണ്ടി കുടിക്കുന്നു. ഇതാണ് ആദ്യപടി, സോഷ്യൽ ഡ്രിങ്കിങ്. എന്നാൽ ഈ സോഷ്യൽ കുടിയുടെ ഒരു ആഘോഷം വേണ്ട, കമ്പനിയും വേണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് എന്നും ഒരു സ്മോൾ അടിക്കുന്നു. ഭാര്യ ചോദിച്ചാൽ പറയും ഒന്ന് റിലാക്സ് ചെയ്യുവാനാണെന്ന്. പക്ഷേ അനുദിനം ലഹരിയുടെ ശക്തി പഴയ അളവിൽ നിൽക്കാത്തതിനാൽ സ്മോളിൻ്റെ അളവ് ക്രമേണ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് 2ാമത്തെ ഘട്ടം. ആശ്രിതത്വ മദ്യപാനം എന്ന് ഇതിനെ പറയുന്നു. ഡിപ്പെൻഡൻറ്റ് ഡ്രിങ്കിങ് ഓർ ഹാബിച്വൽ ഡ്രിങ്കിങ്. ഇപ്പോൾ ആ വ്യക്തി പൂർണ്ണമായി മദ്യത്തിന് അടിമയായി എന്ന് പറയാറായിട്ടില്ല. തികച്ചും ഒതുക്കത്തിൽ ആരും അറിയാതെയാണ് താൻ കുടിക്കുന്നത്. തൻ്റെ സ്വന്തം ജീവിതത്തിലെയും വീട്ടിലെയും പ്രശ്നങ്ങൾ അവൻ മദ്യത്തിൽ മറക്കുവാൻ ശ്രമിക്കുന്നു. മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും സംഘർഷം മാറ്റുവാനും മദ്യം നല്ലതാണെന്ന് അവൻ അവകാശപ്പെടുവാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയിൽ തൻ്റെ ശരീരം മദ്യത്തിനായി ദാഹിക്കുന്നില്ലെങ്കിലും മനസ്സ് ദാഹിക്കുന്നുണ്ട്. കുടി തുടങ്ങിയിട്ടും ലഹരി സാധനങ്ങൾ മാറി മാറി നോക്കിയിട്ടും മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അച്ചായ ഇനി കുടിക്കരുത്, ആത്മീയ യാത്ര പ്രസിദ്ധീകരണം എന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ പി യോഹന്നാൻ 3ാം സ്റ്റേജിനെ പറ്റി വർണ്ണിക്കുന്നു. അവന് കാര്യക്ഷമത നഷ്ടപ്പെടുന്നു, ജോലി സമയത്ത് വിമർശനങ്ങൾ ഉണ്ടാകുന്നു, എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, ആകപ്പാടെ ഒരലസതയും ചെറിയൊരു തളർച്ചയും അനുഭവപ്പെടുന്നു, കുടി മിക്കവാറും എന്നുള്ളത് എല്ലാ ദിവസവും എന്നാകുന്നു, ഇപ്പോഴും ഷാപ്പിലോ ബാറിലോ പോയിരുന്ന ഒറ്റയ്ക്ക് കുടിക്കുവാൻ ധൈര്യമില്ല,
ആളും പേരും ഇല്ലാത്ത സമയം നോക്കി മദ്യഷാപ്പിൽ ചെന്ന് ഒരു കുപ്പിയോ 2 കുപ്പിയോ വാങ്ങി ബാഗിൽ വെച്ചുകൊണ്ട് ധൃതിയിൽ വീട്ടിലേക്ക് പോകുന്നു. ഭാര്യ പോലും അറിയാതെ ഇതൊളിച്ചു വെച്ച് എല്ലാ ദിവസവും കുടിക്കുന്നു. അല്ല, നിങ്ങൾ എന്നും കുടിക്കുന്നുണ്ടല്ലേ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, എടി പെണ്ണെ, ഇതൊന്നും നമ്മുടെ ചക്രം കൊടുത്ത് വാങ്ങുന്നതല്ല. ഇന്ന് ഒരുത്തന് ഒരത്യാവശ്യമുള്ള പേപ്പർ ശരിയാക്കി കൊടുത്തതിന് അയാൾ വാങ്ങിത്തന്നതാ. മിക്കവാറും ഇങ്ങനെയൊക്കെ കിട്ടുമടി. പിന്നെ ഇതിൽ സ്വല്പം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുപോകുന്നു എന്ന മറുപടിയും. ആ പാവം സ്ത്രീക്ക് അയാളുടെ കാപട്യവും കള്ളത്തരങ്ങളും ഒന്നും മനസ്സിലായില്ല. ചക്കാത്ത് കിട്ടുന്നതല്ലേ, നല്ലതാണെങ്കിൽ അത് ഞാൻ കുടിക്കട്ടെ എന്ന് അവളും വിചാരിച്ചു. സ്ഥിരം കുടിക്കുന്നതിന് ഭാര്യ തടസ്സം നിൽക്കാതിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ അവളോട് അല്പം സ്നേഹവും കരുതലുമൊക്കെ കാട്ടുന്നു. ഇതുകൂടി കാണുമ്പോൾ ആ പാവം സ്ത്രീക്ക് സംശയം തീരെ ഇല്ലാതാകും. പിന്നെ അയാളെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ വിലക്കുവാൻ അവൾ മുതിരുന്നില്ല. ഈ 3-ാം പടിക്ക് അമിത മദ്യപാനത്തിന് മുമ്പുള്ള ഘട്ടം അഥവാ പ്രീ ആൽക്കഹോളിക് ഫേസ് എന്ന് പറയും. എന്നാൽ ഈ 3-ാം പടിയിൽ നിൽക്കുന്ന മദ്യപാനിക്ക് അധികനാൾ അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. പൂസാകുവാൻ വേണ്ടി കുടിക്കണമെന്നില്ലെങ്കിലും മദ്യത്തോട് ഒരതീവ വാഞ്ച മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞു. അധികം താമസിയാതെ മദ്യപാനം പ്രശ്നമാണെന്ന് പറയത്തക്ക 4-ാം പടിയിലേക്ക് അവൻ എത്തുകയുണ്ടായി. പിന്നെ കുടിച്ചേ മതിയാകൂ എന്ന നിർബന്ധമാണ്. സ്വയ നിയന്ത്രണശേഷി ഇല്ലാതായി കഴിഞ്ഞ അയാളെ ഇപ്പോൾ മദ്യമാണ് നിയന്ത്രിക്കുന്നത്. എങ്കിലും അത്ര പരസ്യ കുടിക്കാരനായിട്ടില്ല. എന്നാൽ 5-ാം പടി എന്ന് പറയുന്നത് കരകയറുവാൻ പ്രയാസമുള്ള ഗർത്തത്തിൻ്റെ ആദ്യ പോയിൻ്റാണ്. അതിന് ഡ്രോപ്പ് ഓവർ പോയിൻറ്റ് അഥവാ തികച്ചും ഒരു ആൽക്കഹോളിക് ആയ അവസ്ഥ എന്ന് പറയും. ഇപ്പോൾ എങ്ങനെ ആയാലും വേണ്ടില്ല, എന്തു വന്നാലും വേണ്ടില്ല, കുടിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. കുടിക്കുവാൻ വേണ്ടി കടം വാങ്ങുവാനും കള്ളം പറയുവാനും ഒരു മടിയുമില്ല. മദ്യം കിട്ടിയില്ലെങ്കിൽ വിറയ്ക്കുന്ന അനുഭവം, മാന്യതയ്ക്ക് സ്ഥാനം കൊടുക്കാത്ത ഒരു സ്ഥിതിവിശേഷം. ഈ സ്റ്റേജ് വളരെ നാൾ തുടരുമെങ്കിലും ക്രമേണ അയാൾ ഒരു സ്ഥിരം മദ്യപാനി എന്ന പേരർഹിക്കുന്ന ക്രോണിക് ആൽക്കഹോളിക്കായി 6-ാം പടിയിലേക്ക് കടക്കുന്നു. ഇത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഘട്ടമാണ്. മദ്യപിച്ചിട്ട് തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ വരെ മുതിരുന്ന അവസ്ഥ. സ്വന്തം വീടിന് തീ വയ്ക്കുവാൻ തുനിയുന്ന പ്രകൃതം. അയാൾ കാട്ടിക്കൂട്ടുവാൻ പോകുന്നത് ആർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല. 24 മണിക്കൂറും ലഹരി വേണം. കയ്യിൽ കിട്ടുന്നത് എന്തും വിറ്റ് പണമാക്കി ആ പണം മദ്യത്തിനായി ചിലവാക്കുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇപ്പോൾ അവൻ തലവേദനയാണ്. ഈ സ്റ്റേജിലെ കുടിയനാണ് ഏറ്റവും കൂടുതൽ മദ്യപാന കേസുകൾ ഉണ്ടാക്കുന്നത്. എവിടെ പോയാലും വഴക്കുണ്ടാക്കും, പലപ്പോഴും തല്ല് വാങ്ങുകയും ചെയ്യും. 7-ാമത്തെ ഘട്ടം അന്ത്യയാത്രയുടെ തുടക്കമാണ്. ഇഞ്ചിഞ്ചായി തകരുന്ന അവസ്ഥ, അതായത് ഓർഗാനിക് ഡിറ്റീറിയേഷൻ, സകലവും ദ്രവിക്കുന്ന സ്ഥിതി. ഈ ദിശയിലെത്തുമ്പോഴേക്കും കരളും കുടലും ദ്രവിച്ചിരിക്കും, മനസ്സ് തകർന്നിരിക്കും. ലക്ഷ്യബോധമില്ലാതെ മരണത്തിലേക്ക് മുതലക്കൂപ്പ് നടത്തുന്ന അനുഭവം. വർഷങ്ങളോളം വിഷം കുടിച്ച് ശരീരം ദ്രവിച്ച് എല്ലാം നശിച്ച് പ്രത്യാശയില്ലാതെ മണിക്കൂറുകൾ തള്ളിവിടുന്ന ദേഹി. ഒരു തുള്ളി മദ്യവും തൊടാതെയിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന മനോഭാവം. പക്ഷേ വൈകിപ്പോയി. ലഹരിയില്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കുവാൻ കഴിയുന്നില്ല. ഈ 7-ാം പടി യാതനയുടെയും വേദനയുടെയും നിരാശയുടെയും സമയം. അനുഭൂതി, ആസക്തി, അടിമത്വം. ഈ ചങ്ങലയിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കും? കുടുംബത്തെ തകർച്ചയിലേക്ക് നയിക്കുന്ന ലഹരി. മദ്യപാനിയായ ഭർത്താവിനോടൊപ്പം കൈപ്പേറിയ ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ട ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഭർത്താവിൻ്റെ മദ്യപാനം മൂലമുണ്ടാകുന്ന ക്ലേശപൂർണമായ ജീവിതാനുഭവങ്ങൾ ഭാര്യയുടെ വൈകാരിക പ്രതികരണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കും. ചിലപ്പോൾ ദാമ്പത്യ ബന്ധം താറുമാറാകുകയോ വിവാഹമോചനത്തിൽ കലാശിക്കുകയോ ആത്മഹത്യയ്ക്ക് വഴിതെളിക്കുകയോ ചെയ്യുന്നു എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. കുടുംബം തകർക്കുന്ന മദ്യപാനികൾ അവരുടെ മക്കളോടും ക്രൂരതയാണ് കാണിക്കുന്നത്. പെൺമക്കളുടെ സ്ഥിതിയാണ് ഏറെ കഷ്ടം. മക്കളെ പഠിപ്പിക്കുവാനോ കെട്ടിച്ചയക്കുവാനോ കഴിയുന്നില്ല. കൂടാതെ കുടിയൻ്റെ മകൾ എന്ന ദുഷ്പേരും വഹിക്കേണ്ടി വരുന്നു. ഈ വിഷം കുടുംബങ്ങളെ തകർക്കുന്നു, തലമുറകളെ നശിപ്പിക്കുന്നു. ജപ്പാനിൽ ഒരു പഴമൊഴിയുണ്ട്: ആദ്യം മനുഷ്യൻ മദ്യം കഴിക്കുന്നു, ഒടുവിൽ മദ്യം മനുഷ്യനെ കഴിക്കുന്നു. മദ്യം കുടുംബത്തിലെ സ്വൈര്യം തകർക്കുന്നു, ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മാനസിക വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. അടുത്ത തലമുറയുടെ വികലമായ വളർച്ചയ്ക്ക് ഒരു മോക്ഷം എങ്ങനെ ലഭിക്കും? പട്ടണത്തിലെ ഒരു കോൾ ഗേളാണ് കോളേജ് വിദ്യാർത്ഥിനിയായ ലൂസി. അവൾ BA 2-ാം വർഷം പഠിക്കുന്നു. വീട്ടിലാണ് താമസം. പക്ഷേ ബ്രോക്കർമാരുണ്ട്. നക്ഷത്ര ഹോട്ടലുകളിലെ മുറികളിൽ ആവശ്യപ്പെടുമ്പോൾ അവൾ എത്തും. കോളേജിൽ പതിവായി പോകുന്നുവെന്നാണ് മാതാപിതാക്കന്മാർ ധരിച്ചിരിക്കുന്നത്. അമ്മയും
മദ്യപാനിയായ അപ്പനും സ്വരച്ചേർച്ചയിലല്ല. എന്നും വീട്ടിൽ വഴക്കുണ്ടാകും. അപ്പൻ മിക്കപ്പോഴും അക്രമാസക്തനാകാറുണ്ട്. വീട്ടിലെ ശിഥിലമായ അന്തരീക്ഷത്തിൽ വേണ്ടത്ര ശിക്ഷണം ലഭിക്കാതെ വളർന്ന ആ പെൺകുട്ടി ക്രമേണ വേശ്യാവൃത്തിയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു. മദ്യപന്മാരുടെ കുടുംബങ്ങളിൽ പലപ്പോഴും സ്വസ്ഥതയുണ്ടാകാറില്ല. അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ യൗവനപ്രായത്തിൽ എത്തുമ്പോഴേക്കും ദുസ്വഭാവികളായിത്തീരുന്നു. സമൂഹദ്രോഹികളായി മാറുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീരുന്നു. ചെറുപ്പകാലത്ത് ലഭിക്കേണ്ട സ്വഭാവ രൂപീകരണം കിട്ടാതെ വരുമ്പോഴാണ് യുവതീയുവാക്കന്മാർ വഴിതെറ്റിപ്പോകുന്നത്. പരസ്പര സ്നേഹം. അടുത്തയിടെ ലഹരിക്കിരയായ 100 കുടുംബങ്ങളുടെ ഇടയിൽ നടത്തിയ ഗവേഷണത്തിൽ നിന്നും ചില വസ്തുതകൾ തെളിഞ്ഞു വന്നു. മദ്യപന്മാരുടെ കുടുംബങ്ങളിൽ വേണ്ടത്ര ഐക്യമോ പരസ്പര ധാരണയോ വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളതയോ ഇല്ല. കലഹവും പരസ്പര ദ്രോഹവും വഴക്കും തെറ്റിദ്ധാരണകളും എല്ലാം ഒന്നുചേർന്ന് വളരെ അസ്വസ്ഥമായ ഒരു ചിത്രമാണ് ലഭിച്ചത്. ഇപ്രകാരമുള്ള കുടുംബാന്തരീക്ഷത്തിൽ ശരിയായ സ്വഭാവ രൂപീകരണം നടക്കുകയില്ല എന്നത് തീർച്ചയാണ്. ഇതിൻ്റെ ഫലമായി ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് നാം പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കുരുന്നിലെ നശിച്ചു പോകുന്നു. കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. കുടുംബം മനുഷ്യരാശിയുടെ പിള്ളത്തൊട്ടിലാണ്. മദ്യപാനം മൂലം കുടുംബത്തിന് തകർച്ച വരുമ്പോൾ ഭാവി തലമുറയാണ് നശിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. കൊച്ചു കേരളത്തിന് അഭിമാനിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാക്ഷരതയിൽ മുൻനിരയിൽ നിൽക്കുന്ന നാട്, സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സംസ്ഥാനം, ഏറ്റവും സങ്കീർണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന തൊഴിലിൽ പോലും സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുന്ന നാട്, ആരോഗ്യ പരിപാടികളിൽ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനം, ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ്, കുടുംബാസൂത്രണത്തിൽ മുൻപന്തിയിൽ. സുഗതകുമാരി പറയുന്നത് പോലെ കേട്ടാൽ തലകറങ്ങിപ്പോകും. അത്ര കേമമാണ് നമ്മുടെ റെക്കോർഡ്. കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് തോന്നും. ശരി, ഒരു വശത്ത് സത്യം. പക്ഷേ അതേ സമയത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെപ്പറ്റി ഒന്നാലോചിച്ചാൽ മലയാളി ഒരു 50 വർഷം പുറകോട്ട് പോയിരിക്കുന്നുവെന്നാണ് തോന്നുന്നത്. എയ്ഡ്സ് ക്യാപിറ്റൽ. കേരളത്തിലെ നേട്ടങ്ങളുടെ മറുവശം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് കേരളീയർ. ഒരു വർഷം എത്ര കോടി രൂപ മദ്യത്തിനായി മലയാളി ചെലവഴിക്കുന്നു എന്നതിന് ആർക്കും കണക്കില്ല. 2016 സെപ്റ്റംബറിലെ ഓണക്കാലാഘോഷത്തിന് കേരളത്തിൽ തന്നെ മദ്യത്തിന് ചിലവാക്കിയത് 612 കോടി രൂപയാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനവും മലയാളക്കര തന്നെ. മദ്യവും മയക്കുമരുന്നും മുഖാന്തരം ഏറ്റവും കൂടുതൽ കൊലപാതകവും കുറ്റങ്ങളും നടക്കുന്നത് ഇതേ മണ്ണിൽ. ഇപ്പോഴിതാ ഭയാനകമായ ഒടുവിലത്തെ റിപ്പോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എയ്ഡ്സ് രോഗം മൂലം മരിക്കുന്നത് കേരളത്തിലാണ്. ഔദ്യോഗിക കണക്ക് തന്നെ ഭയാനകമാണ്. അനൗദ്യോഗികമായി കേരളത്തിൽ എയ്ഡ്സ് ബാധിതർ ഇതിൻ്റെ 5 ഇരട്ടിയെങ്കിലും ഉണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നത്. മനുഷ്യൻ മദ്യത്തിന് പിന്നാലെ പോകുന്നു. മദ്യം അവനെ മദിരാക്ഷിയിലേക്ക് നയിക്കുന്നു. രോഗബാധിതരിൽ 70% ലൈംഗിക വീഴ്ചയിലൂടെയാണ് രോഗികളായതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്ന സിറിഞ്ചുകളിൽ കൂടി ബാക്കിയുള്ളതും പകരുന്നു. ഇതുവരെ പ്രതിവിധി കണ്ടെത്താത്ത എയ്ഡ്സ് രോഗം തടയാനുള്ള ഏക മാർഗം മുൻകരുതലുകളാണ്. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, കേരളത്തെ എയ്ഡ്സ് രോഗത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുന്നതിലുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ മയക്കുമരുന്ന് വ്യാപാരികൾക്ക് കൂടിയാണ്. അതിന് കൂട്ടുനിൽക്കുന്ന സർക്കാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗവൃന്ദവും ജനങ്ങളോട് മാപ്പ് ചോദിച്ച് സമ്പൂർണ്ണ മദ്യമയക്കുമരുന്ന് നിർമ്മാർജ്ജനം നടത്തിയേ മതിയാകും. അല്ലെങ്കിൽ അടുത്ത തലമുറ അധാർമികത്വത്തിൻ്റെ കയത്തിൽ മുങ്ങി നശിക്കും. ചരിത്രത്തിൽ നിന്നും കേരള സംസ്കാരം തന്നെ തുടച്ചു മാറ്റപ്പെട്ടതായി രേഖപ്പെടുത്തേണ്ടി വരും. ഒരാൾ മദ്യാസക്തി ഉള്ളയാളാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുവാനാണോ ഇഷ്ടം? എന്നും മദ്യപിക്കാറുണ്ടോ? മദ്യപാനം ഉറക്കം കെടുത്താറുണ്ടോ? ആത്മവിശ്വാസം വർദ്ധിക്കുവാനായി കുടിക്കാറുണ്ടോ? കുടുംബജീവിതത്തെ മദ്യപാനം ബാധിക്കുന്നുണ്ടോ? മദ്യപാനം ജോലിയെ ബാധിക്കുന്നുണ്ടോ? കുടിമൂത്ത് തലയിൽ ഇരുട്ട് കയറിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളിൽ 3 അതെ അല്ലെങ്കിൽ ഉണ്ട് എന്ന ഉത്തരം കിട്ടിയെങ്കിൽ സഹതപിക്കുകയേ വഴിയുള്ളൂ. കാരണം മദ്യാസക്തി എന്ന മാരക വിപത്തിന് അടിമയായതിൻ്റെ പ്രഥമ ലക്ഷണങ്ങളാണിത്. അതല്ലെങ്കിൽ ആ നീർച്ചുഴിയിലേക്ക് നീങ്ങി തുടങ്ങി എന്നതിൻ്റെ സൂചനയാണിത്. 60കളിൽ ഇന്ത്യയിൽ 300-ൽ ഒരാൾ മാത്രമായിരുന്നു മദ്യാസക്തിക്ക് അടിമപ്പെട്ടിരുന്നത്. എന്നാൽ 1980 ആയപ്പോഴേക്കും രാജ്യത്തെ മദ്യപാനികളിൽ 25-ൽ ഒരാൾ വീതം
മദ്യാസക്തിക്ക് അടിമപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കി. 2003 ഇന്ത്യയിലെ മദ്യപരിൽ 20 ആൽക്കഹോളിക് ആണെന്നാണ് വിദഗ്ധ അഭിപ്രായം. 2010 15 ഒരാൾ വീതവും. സ്ഥിതി ഗുരുതരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് 1985 ബാംഗ്ലൂർ, ഡൽഹി, ദിബ്രുഗഞ്ച്, റാഞ്ചി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 4 മേഖലകളിൽ മദ്യപാനത്തെക്കുറിച്ച് പഠനം നടത്തി. ഈ നഗരങ്ങളിലെ മദ്യപാനികളിൽ 20% പേർ മദ്യത്തിന് പൂർണ്ണമായും അടിമപ്പെട്ടിരിക്കുന്നതായി അവർ കണ്ടെത്തി. ഗ്രാമങ്ങളിൽ ഇത് 30% മുതൽ 40% വരെയാണ്. കേരളത്തിലെ പട്ടണങ്ങളിൽ ധാരാളം പെൺകുട്ടികളും മദ്യത്തിനടിമകളാണെന്നത് ദുഃഖകരമാണ്. തിരുവനന്തപുരത്തെ ഒരു വനിതാ കോളേജിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്ന ഒരു സംഘം പെൺകുട്ടികൾ 5 കുപ്പി വിസ്കിയാണ് കരുതിയിരുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം എവിടെ? വിടുതലിൻ്റെ വഴി ആർക്കറിയാം? മദ്യപാനം അതീവ ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമാണെങ്കിലും മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുമ്പോൾ അതൊരു മാനസിക പ്രശ്നമാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് സാമൂഹിക വിലക്കുകളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ഒരു വൻ രോഗമായി മദ്യപാനം വളർന്നുകൊണ്ടിരിക്കുന്നത്. മദ്യപാനികളെപ്പറ്റി ഗഹനമായി ഗവേഷണം നടത്തിയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോസഫ് ഐസക്കിൻ്റെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിഗമനങ്ങൾ ഈ തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ലോകപ്രസിദ്ധങ്ങളായ അനേകം ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിലെ നിംഹാൻസ് ആശുപത്രിയുടെ ചുമതലയിൽ താൻ അനേകം മദ്യപാനികളെ വിശദമായ പഠനത്തിന് വിധേയമാക്കി. മറ്റുള്ളവരുമായി ആരോഗ്യപരമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് മദ്യപാനികൾക്ക് പ്രയാസമാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അവർ പൊരുത്തക്കേടിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. മാതാപിതാക്കളുമായി, ഭാര്യയുമായി, കുഞ്ഞുങ്ങളുമായി എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ രംഗത്തും ഈ പൊരുത്തക്കേടുകൾ പ്രകടമാക്കുന്നു. പുകവലിയുടെ ചുരുൾ. കേവലം രസത്തിന് ആരംഭിച്ച് അവസാനം ഉപേക്ഷിക്കാനാവാത്ത ഒരു ദുസ്വഭാവമാണ് പുകവലി. ജീവനുള്ള ചിതയ്ക്ക് തീ കൊളുത്തുന്ന ഈ പൈശാചിക പ്രക്രിയ ഇന്ന് കേവലം കൗമാരപ്രായത്തിൽ തന്നെ ആരംഭിക്കുന്നു. ദ വീക്ക് മാസികയുടെ ഒരു പഠനമനുസരിച്ച് പുകയില ഉൽപ്പാദനത്തിൽ ആഗോളതലത്തിൽ 3-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. കയറ്റുമതി കാര്യത്തിൽ 9-ാമതും. കടലാസിൽ ചുരുട്ടിയ ഒരു പാഴ്വസ്തു, ഒരറ്റത്ത് തീയും മറ്റേ അറ്റത്ത് ഒരു വിഡ്ഢിയുടെ തലയും. ഇതാണ് സിഗരറ്റ്. പുകയില കത്തിക്കുമ്പോൾ നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, കീറ്റോണുകൾ എന്നിവ പുറപ്പെടുന്നു. പുകയിലയിലുള്ള ടാർ വസ്തുക്കളാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജുകൾ. ടാറിന് പുറമെ പുകയിലയിലുള്ള നിക്കോട്ടിൻ മാരകമായ വിഷമാണ്. പുകവലിയുടെ ഫലമായി ഇത് രക്തത്തിൽ കലരുന്നു. ഒരു സിഗരറ്റിൽ 2 മില്ലിഗ്രാം നിക്കോട്ടിനുണ്ട്. 60 മില്ലിഗ്രാം നിക്കോട്ടിൻ ഒരു ശരീരത്തിൽ ഒന്നിച്ചു പ്രവേശിച്ചാൽ അയാൾ തൽക്ഷണം മരിക്കും. ഏതു വിധത്തിൽ ചെന്നാലും നിക്കോട്ടിൻ മസ്തിഷ്കത്തിലും സുഷുപ്നയിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. മസ്തിഷ്കത്തിലെ ഒരു പ്രധാന ഭാഗമായ മെഡുല്ലയുടെ ശ്വാസകോശ നിയന്ത്രണ കേന്ദ്രത്തെ നിക്കോട്ടിൻ ദോഷകരമായി ബാധിക്കും. അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ധമനികളെ സങ്കോചിപ്പിക്കുകയും ചെയ്യും. ഓക്കാനവും ഛർദിയും അതിൻ്റെ ഭാഗമാണ്. അധികമായി അകത്തിയെന്നാൽ സ്വയം പ്രവർത്തിക്കുന്ന നാഡീകേന്ദ്രങ്ങളെ അപായപ്പെടുത്തുകയും വിവിധതരം ഞരമ്പ് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ലോകത്ത് ഓരോ വർഷവും പുകവലി മൂലം മരിക്കുന്നവരുടെ എണ്ണം 25 മുതൽ 40 ലക്ഷത്തിൽ ഏറെയാണ്. ഇവരിൽ ഏകദേശം 10 ലക്ഷം പേരും ഭാരതീയരാണ്. അതായത് 8 സെക്കൻഡിൽ ഒരാൾ വീതം. ചെറുപ്പക്കാരിൽ പലരും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായാണ് സിഗരറ്റ് വലി തുടങ്ങുന്നത്. പുരുഷത്വത്തിൻ്റെ ലക്ഷണമായി ഇതിനെ കണക്കാക്കുന്നവരും ധാരാളം. എന്നാൽ പുകവലി ഷണ്ണത്വം ക്ഷണിച്ചു വരുത്തുമെന്ന് ശാസ്ത്രം പറയുന്നു. ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നതും പുകവലിയും തമ്മിൽ ബന്ധമുണ്ട്. PVD, പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്നറിയപ്പെടുന്ന ഒരു രോഗം പുകവലിക്കാർക്കിടയിൽ സാധാരണ ഉണ്ടാകാറുണ്ടെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളിൽ കാർബൺ മോണോക്സൈഡ് വാതകം രക്തത്തിൽ ഓക്സിജൻ്റെ സംവഹനം കുറയ്ക്കുകയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. പുകയില ചവയ്ക്കുന്നതും മാരകമായ വ്യാധികൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. പുകവലി നിമിത്തം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ശ്വാസകോശത്തിലുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, വീനസം, ദന്തരോഗങ്ങൾ, ആമാശയവ്രണം, അർബുദം എന്നിവ. പുകവലിക്കാർക്ക് വിശപ്പ് വളരെ കുറയുന്നു. കൈവിരലുകളിലും ചുണ്ടിലും നിക്കോട്ടിൻ്റെ കറ പിടിക്കുന്നു. ചുമ ക്ഷയത്തിലേക്ക് നയിക്കുന്നതുൾപ്പെടെ നിദ്രാനാശവും ഉണ്ടാകുന്നു. ഗർഭിണികൾ പുകവലിച്ചാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ അത് സാരമായി ബാധിക്കും. ഗർഭപാതത്തിനും കാരണമാകും. കേരളം ഒരു കൊയ്ത്തു കേന്ദ്രം.
പുകവലിക്കുന്നവരെ പോലെ തന്നെ ആ പുക അടുത്തു നിന്നും ശ്വസിക്കുന്നവർക്കും അത് ദോഷം വരുത്തും. പുകവലിക്കാരുടെ ഭാര്യമാരെ പൂവിട്ട് വാഴ്ത്തണം. അവരാണ് ഈ വായുനാറ്റം സഹിക്കേണ്ട ഗതികെട്ടവർ. പുകവലിക്കാരൻ്റെ വീടും പരിസരങ്ങളും മക്കളും എല്ലാം ഈ മലിനീകരണത്തിന് പാത്രീഭൂതരാണ്. പുകവലിക്കാരൻ്റെ ഓരോ സിഗരറ്റും ബീഡിയും 6 മിനിറ്റ് വെച്ച് അയാളുടെ ആയുസ് കുറച്ചുകൊണ്ടിരിക്കുന്നു. പുകവലിയേക്കാൾ മാരകമായ പാൻ മസാല ഉൽപ്പന്നങ്ങൾ. പുകവലി ഇന്ന് കുട്ടികളിൽ കുറവാണ്. എന്നാൽ വളരെ സുലഭമായി ലഭിക്കുന്ന പാൻ മസാല ഉൽപ്പന്നങ്ങളിൽ അവർ ആകൃഷ്ടരായി തീർന്നിരിക്കുന്നു. ഷംപൂ, ആൻസ്, പാൻപരാഗ്, തമ്പാക്ക്, പാസ്പാസ്, തുളസി, മുൾച്ചന്ത് മുതലായ സാധനങ്ങൾ സുലഭമാണ്. ഒരിക്കൽ ഇത് ഉപയോഗിക്കുന്നവർ ക്രമേണ 6 മാസം കൊണ്ട് അതിനെ അടിമയാകുന്നു. ചില ദിവസങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ കൈകാലുകൾ വിറച്ചു തുടങ്ങുന്നു. കീഴ്ചുണ്ടിൽ സുഷിരം വീഴുകയും ക്യാൻസർ ഉൾപ്പെടെ പല മാരക രോഗങ്ങൾക്കും പാൻ മസാല കാരണമാകുന്നു. അങ്ങനെ പഠനത്തെയും ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. പാൻ മസാലയിലെ പല ചേരുവകളും വായ്ക്കുള്ളിലെ മൃദുല പേശികളെ കടന്നാക്രമിക്കുന്നു. അശ്ലീല സാഹിത്യം. മനുഷ്യ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി കഥകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. അധ്യാപകരിൽ നിന്നും രക്ഷാകർത്താക്കളിൽ നിന്നും ഒളിച്ചിരുന്ന് വായിച്ചു കൂട്ടുന്ന ഇത്തരം അശ്ലീല സാഹിത്യങ്ങൾ വിദ്യാർത്ഥി ലോകത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുന്ന കഥകൾ ചെറുപ്രായത്തിൽ വളരെ അപകടമുണ്ടാക്കുന്നു. സാൻമാർഗിക മൂല്യം നഷ്ടപ്പെടുത്തുന്നതും ഈശ്വരബോധം ഇല്ലാതാക്കുന്നതുമായ ഈ പ്രതിഭാസത്തിൽ നിന്നും ചെറുപ്രായം മുതൽ ഒഴിഞ്ഞിരിക്കുക. ആത്മഹത്യ പ്രശ്നപരിഹാരമോ? ഇന്ന് ഏത് നിസ്സാര കാര്യത്തിനും ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന പ്രവണത കുട്ടികളിൽ പോലും കണ്ടുവരുന്നു. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സാമ്പത്തികമായി മുൻനിരയിലെത്തിയ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം ആത്മഹത്യ എന്ന ഹീനകാര്യത്തിലും മുൻനിരയിലാണ്. ആത്മഹത്യ ഒരു പ്രശ്നപരിഹാരമല്ല. ഉണ്ടായ പ്രശ്നത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടവും ഭവനത്തിലും നാട്ടിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമാണ്. ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം സ്വയം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതിനാലാണ് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. താങ്കളുടെ പ്രശ്നം എന്തുതന്നെയായിരുന്നാലും അത് പങ്കുവയ്ക്കുവാൻ പറ്റിയ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരിക്കുകയും അവരുമായി പ്രശ്നം പങ്കുവയ്ക്കുകയും ചെയ്താൽ അതിന് പരിഹാരമുണ്ടാകുന്നു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സാത്താൻ ഇന്ന് അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. അതിൽ തന്നെ ഫേസ്ബുക്ക് എന്ന വിനോദ ആശയവിനിമയ മാർഗത്തെ സാത്താൻ യുവജനങ്ങളെ പരാജയപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്നു. 15-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള 1324 ക്രിസ്തീയ വിദ്യാർത്ഥികൾക്കിടയിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം 3 പേരിൽ ഒരാൾ വീതം കുറഞ്ഞത് ദിവസം 2 മണിക്കൂറെങ്കിലും ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇവരിൽ 12% ദിവസം 4 മണിക്കൂർ ഫേസ്ബുക്കിലാണ്. 2.8% 4 മുതൽ 7 വരെ മണിക്കൂർ ഫേസ്ബുക്കിൽ ചെലവിടുന്നു. മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും വീഡിയോ ഗെയിം, ചാറ്റിംഗ്, ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് എന്നിവയ്ക്ക് പുറമെയാണ് ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത്. ഈ സർവേയിൽ പങ്കെടുത്ത 54% പേരും ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു. ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത് മൂലം തങ്ങളുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വിസ്മരിക്കപ്പെടുന്നു. ബന്ധങ്ങൾ നിലനിർത്തുവാനും പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുവാനുമുള്ള മാർഗമായാണ് പുതിയ തലമുറ സോഷ്യൽ മീഡിയകളെ ഉപയോഗിക്കുന്നത്. ആശയവിനിമയത്തോടൊപ്പം അടിസ്ഥാനപരമായി ഫേസ്ബുക്ക് ഒരു വിനോദോപാധിയാണ്. ഏതൊരു വിനോദോപാധിയും സൃഷ്ടിക്കുന്ന അപകടങ്ങൾ അതിൻ്റെ അതിതീവ്രമായ അളവിൽ ഫേസ്ബുക്കിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നോർവേയിലെ ബെർഗൻ സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ മദ്യപാനികളിലും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരിലും കാണുന്നതിന് സമാനമായ ചില ലക്ഷണങ്ങൾ ഫേസ്ബുക്ക് തുടർച്ചയായി ഉപയോഗിക്കുന്നവരിലും കണ്ടെത്തിയിട്ടുണ്ട്. 200 കോടിയിലധികം അംഗങ്ങളുള്ള ഫേസ്ബുക്കിലെ 18.3 കോടി മനുഷ്യരും വ്യാജമാണെന്നും ഫേസ്ബുക്ക് അധികൃതർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സത്യം. പ്രധാന അക്കൗണ്ട് കൂടാതെ മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടെ ഉപയോഗിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് ഇതിൽ ഭൂരിഭാഗവും. വ്യാജൻ ഏത് ഒറിജിനൽ ഏത് എന്ന് തിരിച്ചറിയുവാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ളതാണ് ഈ അക്കൗണ്ടുകൾ. തെറ്റായ ലക്ഷ്യങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ടവയാണ് ഈ അക്കൗണ്ടുകളെന്ന് നിസ്സംശയം പറയാം. നിങ്ങളൊരു ഫേസ്ബുക്ക് അടിമയോ? പരിശോധിക്കുവാൻ ചോദ്യങ്ങളിതാ. ഇതിലൊരു ചോദ്യത്തിനെങ്കിലും ഉത്തരം അതെ എന്നാണെങ്കിൽ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഫേസ്ബുക്ക് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. 1. ഫേസ്ബുക്കിനെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ ഏറെ നേരം ചിന്തിക്കുന്നുണ്ടോ? 2. ഫേസ്ബുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള താല്പര്യം മനസ്സിലുണ്ടോ? 3. വ്യക്തിപരമായ പ്രശ്നങ്ങൾ മറയ്ക്കുവാൻ നിങ്ങൾ ഫേസ്ബുക്കിനെ ഉപയോഗിക്കുന്നുണ്ടോ?
4. ഫേസ്ബുക്ക് ഉപയോഗം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? 5. കുറഞ്ഞത് 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഫേസ്ബുക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാവുന്നുണ്ടോ? 6. നിങ്ങളുടെ പഠനത്തിലും ജോലിയിലും ഫേസ്ബുക്ക് ഉപയോഗം തിരിച്ചടികൾ സമ്മാനിക്കുന്നുണ്ടോ? ഫേസ്ബുക്കിൽ സൗഹൃദങ്ങൾ കണ്ടെത്തുവാനും വളർത്തുവാനും നിലനിർത്തുവാനുമുള്ള അധ്വാനത്തിനിടയിൽ മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൽ പരമപ്രധാനം ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം വളർത്തുവാൻ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. അല്ലാത്ത പക്ഷം ദൈവത്തിന് മുമ്പാകെ നിങ്ങൾക്ക് ലഭിച്ച സമയത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ വലിയ നഷ്ടം നേരിടും. രണ്ടാമതായി, ഫേസ്ബുക്കിനെ നിങ്ങൾ നിയന്ത്രിക്കുന്നുവോ അതോ ഫേസ്ബുക്ക് നിങ്ങളെ നിയന്ത്രിക്കുന്നുവോ എന്നതും സ്വയം ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്. പോർണോഗ്രാഫി, ലൈംഗിക ഉത്തേജനത്തിനു വേണ്ടി വിവിധ മാധ്യമങ്ങളിലൂടെ ലൈംഗിക അവയവങ്ങളുടെയും ചേഷ്ടകളുടെയും കാഴ്ചക്കാരായിത്തീരുന്ന പ്രക്രിയയാണ് പോർണോഗ്രാഫി. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുട്ടികളെയും യുവജനങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. ഭൂരിപക്ഷം യുവജനങ്ങളും പോർണോഗ്രാഫിക്ക് അടിമകളാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. മാധ്യമങ്ങളിന്മേലുള്ള സ്വാധീനവും നിഷ്പ്രയാസം ഈ മേഖലയിൽ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം മൊബൈൽ ഫോൺ തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുമാണ് വ്യക്തികളെയും സമൂഹത്തെയും സംസ്കാരത്തെയും ഈ മേഖലയുമായി അടുപ്പിക്കുവാൻ കാരണമായിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം മൂലം കുട്ടികൾ പഠനം ഉപേക്ഷിക്കുകയും വളരെയധികം പണവും സമയവും ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നു. നൈമിഷികമായ സുഖാനുഭൂതികൾ ഇതിലൂടെ അനുഭവിക്കാമെങ്കിലും മനഃശാസ്ത്രപരമായി വലിയ ഉത്കണ്ഠയ്ക്കും ജിജ്ഞാസയ്ക്കും വിധേയരായിത്തീരുകയും സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വിരസതയും നിരാശയും വർദ്ധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾക്കുള്ള മൂല്യവും നഷ്ടപ്പെടുന്നു. ഈ ദുരവസ്ഥയ്ക്ക് യഥാസമയത്തുള്ള ബോധവൽക്കരണം അനിവാര്യമാണ്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പങ്ക് വളരെ വലുതാണ്. സാങ്കേതിക വിദ്യ എത്ര മികച്ചതാണെങ്കിലും വിനോദ ഉപാധികൾ എത്ര ആകർഷകമാണെങ്കിലും അവ നമ്മെ നിയന്ത്രിക്കുവാൻ അനുവദിച്ചുകൂടാ. സാങ്കേതിക വിദ്യയുടെ ഉടമ നിങ്ങളാണ്, അല്ലാതെ നിങ്ങളുടെ ഉടമ സാങ്കേതിക വിദ്യ അല്ല എന്ന് തിരിച്ചറിയുക. ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ മുൻപോട്ട് വയ്ക്കട്ടെ. ഫേസ്ബുക്കിന് മുന്നിൽ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക. ഇത്തരം പുതിയ വെബ്സൈറ്റുകളെ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. പ്രാർത്ഥന, ദൈവവചന പഠനം തുടങ്ങിയ ആത്മീയ കൂട്ടായ്മകൾക്ക് തടസ്സമുണ്ടാകരുത്. ഫേസ്ബുക്ക് പരിമിതമായി ഉപയോഗിക്കുമ്പോഴും പരമാവധി ഓഫ്ലൈനായിരിക്കുവാൻ ശ്രദ്ധിക്കുക. നേരിട്ട് പരിചയമില്ലാത്ത ആരുമായി ചങ്ങാത്തം കൂടാതിരിക്കുക. ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുക. ലഹരിക്കും അപ്പുറമുള്ള ജീവിതം. ലഹരിക്കടിമയായി വിവേകവും വിവേചനവും നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ പിശാചിൻ്റെ നിയന്ത്രണത്തിലാണ്. ലഹരിക്കടിമയാകുന്ന മനുഷ്യൻ, പുരുഷനോ സ്ത്രീയോ ആകട്ടെ, പിശാചിൻ്റെ നുഖത്തിന് കീഴെ അമരുന്നവനാണ്. ദൈവത്തിന് മാത്രമേ അവന് വിടുതൽ നൽകുവാൻ കഴിയുകയുള്ളൂ. സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യവർഗത്തിന് സമൃദ്ധിയായി ജീവിക്കുവാനുള്ള മാർഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപാനത്തിനും എല്ലാ വിധത്തിലുമുള്ള ലഹരിക്കുമെതിരായിട്ടാണ് ദൈവം ബൈബിളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ദൈവം പറയുന്നു, വീഞ്ഞ ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും. ബൈബിൾ സദൃശ്യവാക്യങ്ങൾ 23:30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മദ്യമുണ്ടാക്കരുത്, വിളമ്പരുത്, കുടിക്കരുത്. ഗാന്ധിജി പറഞ്ഞു, മയക്കുമരുന്നുകളും മദ്യപാനവും പിശാചിൻ്റെ 2 കൈകളാണ്. മനുഷ്യവർഗത്തിൻ്റെ മേൽ നിപതിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാപമാണ് മദ്യം. എല്ലാറ്റിലുമുപരിയായി സ്വന്തം ശരീരത്തിൻ്റെ വില എന്തെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. 2 കൊരിന്ത്യർ 5:10. മഹാകവി കാളിദാസിൻ്റെ ഭാഷയിൽ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമാണല്ലോ ധർമ്മം നിറവേറ്റുന്നതിനുള്ള ഒന്നാമത്തെ ഉപകരണം. ക്രിസ്തുവിരോധിയായിരുന്ന പൗലോസ് ക്രിസ്തു ശിഷ്യനായി മാറിയപ്പോൾ ജനത്തോട് പറഞ്ഞു, ദുർനടപ്പ് വിട്ടോടുകയും. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. 1 കൊരിന്ത്യർ 6:18-19 വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ.
ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായ അവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. ബൈബിൾ എഫേസ്യർ 5:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഇതാ സകലവിധ ലഹരിയേക്കാളും അവാച്യമായ അനുഭൂതി നൽകുന്ന ഒരു അനുഭവം, ദൈവവുമായുള്ള ഉദാത്തമായ ഒരു ബന്ധം, കൂട്ടായ്മ, അത് ക്രിസ്തുവിലൂടെ. അന്ത്യശാസനം. കരിക്കൻവില്ല ഇരട്ടക്കൊലക്കേസിൽ പ്രധാന പ്രതിയായിരുന്ന മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റെനി ജോർജ്, സുവിശേഷ പ്രവർത്തകരുടെ മകനായി ജനിച്ച് വളർത്തപ്പെട്ട റെനി പക്ഷേ സുവിശേഷത്തെ വെറുത്തു. യേശുക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ലാതെ സകലവിധ ലഹരികൾക്കും അടിമയായി. കൂട്ടുകാർക്കൊരു കുറവുണ്ടായിരുന്നില്ല. മദ്യമയക്കുമരുന്നുകളാണ് എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ബൈബിളിലെ മുടിയൻ പുത്രനെ പോലെ ഞാൻ ജീവിച്ചു. റെനിയത് പറഞ്ഞപ്പോൾ തല താഴ്ത്തി, ലജ്ജ കൊണ്ട്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ല. അങ്ങനെയാണ് കൂട്ടുകാരുമൊത്ത് മദ്രാസിൽ നിന്നും തിരുവല്ലയിലെത്തി അമ്മാവിനെയും അമ്മാവിയെയും കൊല ചെയ്തത്. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിബി മാത്യു IPSൻ്റെ നേതൃത്വത്തിൽ റിനിയെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചു. പിന്നീട് കോടതി അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 6 വർഷം ജയിലിൽ കിടന്നിട്ടും ഒരു മാനസാന്തരവും എനിക്കുണ്ടായില്ല. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, ലഹരി ആസ്വദിക്കണം എന്നതും മാത്രം ലക്ഷ്യമാക്കി. അങ്ങനെ ഒരു ബാങ്ക് കൊള്ളയടിക്കുവാനായി പദ്ധതി തയ്യാറാക്കി, റെനി പറഞ്ഞു. 6-ാം വർഷം പരോളിലിറങ്ങിയപ്പോൾ ബാങ്ക് കൊള്ളയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്നേഹിതൻ്റെ നിർബന്ധത്തിൽ ഒരു ക്രൈസ്തവ മീറ്റിങ്ങിന് സംബന്ധിച്ചു. പ്രസംഗൻ ബൈബിളിൽ നിന്നും ക്രിസ്തു ചോദിച്ച ഒരു ചോദ്യം ആവർത്തിച്ചു വായിച്ചു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു അമ്പ് പോലെ തറച്ചു. എൻ്റെ കഴിഞ്ഞകാല ജീവിതം വെള്ളിത്തിരയിലെന്ന പോലെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി. മദ്യത്തിനും മയക്കുമരുന്നിനും പണത്തിനും ഉല്ലാസത്തിനും വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതം എത്ര നിരർത്ഥകമാണെന്ന് ദൈവം എന്നോട് വാദിക്കുവാൻ തുടങ്ങി. പിന്നെയും പ്രസംഗൻ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചു. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. ഞാൻ അറിയാതെ കരയുവാൻ തുടങ്ങി, പാപഭാരം എന്നെ തകർക്കുന്നത് പോലെ. അപ്പോൾ പ്രസംഗൻ്റെ വാക്കുകൾ പിന്നെയും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിൻ്റെ ദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സമയമായി ഒരു തീരുമാനമെടുത്തേ മതിയാകും. ഒന്നുകിൽ പഴയ ജീവിതം, അല്ലെങ്കിൽ മദ്യമയക്കുമരുന്നുകൾക്ക് അതീതമായ സ്വർഗീയ അനുഭൂതി, ക്രിസ്തു ദാനമായി തരുന്ന സമാധാനം. ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെ എനിക്ക് യേശുക്രിസ്തുവുമായി അന്ന് ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇനി മദ്യവും സിഗരറ്റും മയക്കുമരുന്നുകളുമല്ല, യേശുക്രിസ്തുവാണ് എന്നെ നിയന്ത്രിക്കുന്നത്. രക്ഷകനായ ക്രിസ്തു ഇനിയും എൻ്റെ സംരക്ഷകൻ കൂടിയാണ്. എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പാവം ഏറ്റുപറഞ്ഞു. അപ്പോൾ ഭാരം തീർന്നു. ഒരു സമാധാനത്തിൻ്റെ ഹൃദയം ക്രിസ്തു എനിക്ക് തന്നു. റെനിയുടെ കണ്ണുനീരിൽ ചാലിച്ച വാക്കുകൾ. പരോൾ കഴിഞ്ഞ് ബാങ്കിലെ വൻ കൊള്ളയുമായി എന്നെ പ്രതീക്ഷിച്ച കൂട്ടുകാർ ജയിലിൽ നോക്കിയിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കയ്യിൽ പണത്തിന് പകരം ബൈബിളാണ് ഉണ്ടായിരുന്നത്. ആദ്യം കൂട്ടുകാർ ഇതുമൊരു വൻ തട്ടിപ്പാണെന്ന് പറഞ്ഞു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വരുത്തിയ സ്വഭാവ വ്യത്യാസം. പിന്നെയും 8 വർഷം കൂടി കഠിന തടവിൽ. അങ്ങനെ 14 വർഷം ജയിലിൽ കിടന്നു. ഇന്നിപ്പോൾ ഞാൻ ക്രിസ്തുവിനെ ലഹരിക്കടിമകളായവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കൂടാതെ ജയിലിൽ കിടക്കുന്നവരുടെ മക്കളെ ശുശ്രൂഷിക്കുന്ന പ്രിസൺ ഫെലോഷിപ്പിൻ്റെ ചുമതലയുള്ള പ്രഷ്യസ് ചിൽഡ്രൻ ഹോം നടത്തുന്നു. കേസ് അന്വേഷിച്ച സിബി മാത്യു IPS ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, കരിക്കൻവില്ല കൊലക്കേസിലെ 1-ാം പ്രതി റെനി ജോർജ് ഇപ്പോൾ എൻ്റെ സുഹൃത്താണ്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അയാൾ സുവിശേഷ വേലയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. ഞാൻ അവിടെ പോകുമ്പോൾ റെനിയെ കാണാറുണ്ട്. വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുമുണ്ട്. ലഹരിക്കടിമകളായവരോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ. റെനിയുടെ ആഹ്വാനം, വരൂ, ഈ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്ന ഒരു വിമോചകനെ സ്വീകരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ മനുഷ്യജാതിയെ ഒന്നായി ആഹ്വാനം ചെയ്യുന്ന യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുക.
ലഹരി പദാർത്ഥങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതുൾപ്പെടെയുള്ള പാപ സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങളെ പരിപൂർണമായി വീണ്ടെടുക്കുവാനും നിങ്ങളുടെ ജീവിതം ഉടച്ചുവാർക്കുവാനും അവൻ പ്രാപ്തനാണ്. കാരണം കാൽവർ കുരിശിൽ മനുഷ്യപാപത്തിൻ്റെ പരിഹാരം കണ്ടെത്തി മരണം ഏറ്റുവാങ്ങുകയും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ വാഴുകയും ചെയ്യുന്ന ദൈവമാണ് യേശുക്രിസ്തു. നിങ്ങളെ സഹായിക്കുവാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ലഹരിക്കും ഈ ലോകസുഖത്തിനും വേണ്ടി താങ്കളുടെ ജീവിതം നശിപ്പിച്ചു കളയാതെ സന്തോഷവും സമാധാനവും നിത്യജീവനും നൽകുന്ന യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക. താങ്കളുടെ ജീവിതം അനുഗ്രഹകരമാകട്ടെ. മദ്യമോ മയക്കുമരുന്നോ മതമോ രാഷ്ട്രീയമോ, മദ്യമോ മയക്കുമരുന്നോ മതമോ രാഷ്ട്രീയമോ, എവിടെ എവിടെ സംതൃപ്തി, എവിടെ 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 സംതൃപ്തി, എവിടെ ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരേ, ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരേ, യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക, യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഈ ലോകം നൽകുകില്ല